എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയുവാൻ പോകുന്നത് കൈറ്റ് ഉബുണ്ടു 20.04 പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുതിയ വെർഷൻ്റെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഒരു ബൂട്ടബിൾ ഡിസ്കാക്കി മാറ്റിയിട്ട് വിൻഡോസിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. അതിനായിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാനാണ് ആദ്യം പോകുന്നത്. അതിനുവേണ്ടി കൈറ്റിൻ്റെ kite.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ പോകുമ്പോഴത്തേന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കാണാം. അവിടെ KITE GNU-LINUX 20.04 എന്ന് പറയുന്ന ആ ഒരു ഫയൽ കാണാൻ സാധിക്കും. അതുപോലെ താഴെ തന്നെ ലൈറ്റ് വേർഷനായിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെർഷൻ അല്ലെങ്കിൽ ഉബുണ്ടു 20.04.1 64 ബിറ്റിൻ്റെത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തതാണ്. ഡൗൺലോഡ് ചെയ്തപ്പോൾ ഏകദേശം 4 GB അതിൻ്റെ സൈസുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ എങ്ങനെയാണ് ബൂട്ടബിൾ ഡിസ്കാക്കി മാറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഉപയോഗിക്കുന്നത് എച്ചർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എച്ചർ. അപ്പോൾ അത് നമുക്ക് ഉബുണ്ടുവിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സൈറ്റ്. സെർച്ച് ചെയ്താൽ മതി, എച്ചർ ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ഒരു സൈറ്റിലേക്ക് കയറുമ്പോഴത്തേനും നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ ഈ വിൻഡോസിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. വിൻഡോസ് നമുക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ലിനക്സിൻ്റെ ഉണ്ട്, 64 ബിറ്റ് ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ വിൻഡോസാണ് നമ്മൾ ഇൻസ്റ്റാൾ പോകുന്നത്, അതുകൊണ്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇത് ഇൻസ്റ്റലേഷൻ ഫയൽ ഏകദേശം ഒരു 130 MB ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വിൻഡോ വരുന്നത്, എച്ചറിൻ്റെ വിൻഡോ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്താൽ മതി ഫ്ലാഷ് ഫ്രം ഫയൽ. അപ്പോൾ നമ്മൾക്ക് അതിന് പെൻഡ്രൈവ്, നമുക്ക് ആവശ്യമുള്ള ബൂട്ടബിൾ ഡിസ്ക് എടുക്കേണ്ട പെൻഡ്രൈവ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബൂട്ടബിൾ ആക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് നമുക്കിപ്പോൾ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചെയ്ത് എങ്ങനെയാണെന്ന് മാത്രം നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫ്ലാഷ് ഫ്രം ഫയൽ എന്ന് കൊടുക്കുന്നു. ഫയൽ നമുക്കിപ്പം ഡെസ്ക്ടോപ്പിലാണ് ഇട്ടിരിക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ടാർജറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഫ്ലാഷ് എന്ന് കൊടുക്കുക. ഫ്ലാഷ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പെൻഡ്രൈവ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെൻഡ്രൈവ്, അതിനകത്തുള്ള ഡേറ്റ മുഴുവനും ഡിലീറ്റായിട്ട് ഒരു ബൂട്ടബിൾ ഉബുണ്ടുവിൻ്റെ 20.04 ബൂട്ടബിൾ ഡിസ്കായിട്ട് അത് മാറും. അപ്പോൾ ഇവിടെ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഉബുണ്ടുവിൻ്റെ വേർഷൻ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പാർട്ടീഷനാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു പാർട്ടീഷനിലാണ് നമ്മൾ പഴയ വേർഷൻ, ഇപ്പോൾ ഇതിവിടെ 20 തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് നോക്കിയാൽ, ഡിസ്ക് മാനേജർ എടുത്താൽ നമുക്ക് ആദ്യം വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൻ്റെ ഡിസ്ക് PCക്കകത്ത് മാനേജ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു എടുക്കുന്ന സമയത്ത് ഇവിടെ ഈ 73 GB ആണ് ഉബുണ്ടുവിന് വേണ്ടി ക്രിയേറ്റ് ആയി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഴയ വെർഷൻ ആയിരുന്നെങ്കിൽ അത് നമുക്ക് അതങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. ഡിലീറ്റ് ചെയ്തിട്ട് അത് ഒരു ഫ്രീ അലോക്കേഷനാക്കി കൊടുത്തിട്ട് വീണ്ടും ഈ ഒരു സ്പേസിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് SSD ആണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു SSD തന്നെയാണ് 74 GB അതിലേക്ക് മാറ്റിയിരിക്കുന്നത് ഉബുണ്ടുവിന് വേണ്ടി. അപ്പോൾ അത് വേറെ ഡിസ്കിലേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു പാർട്ടീഷൻ ഇവിടെയും ക്രിയേറ്റ് ചെയ്യാം പുതിയതായിട്ട്. അത് സ്ട്രിംഗ് വോളിയം എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. നേരത്തെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. 18.04 എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 73 GB എന്ന് പറയുന്നത് SSD തന്നെയുള്ള നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള വിൻഡോസിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെയുള്ള ഉബുണ്ടു ഡിലീറ്റ് ആയി പോവും. അത് പുതിയ വെർഷനാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ 20 ആണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയതാണെങ്കിൽ പഴയത് അങ്ങ് ഡിലീറ്റ് ആയി പോവും. അപ്പോൾ ഡിലീറ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക. അപ്പോൾ ആ പാർട്ടീഷൻ ഫ്രീ അലോക്കേഷനായിട്ട് അല്ലെങ്കിൽ അൺഅലോക്കേറ്റഡ് ആയിട്ട് മാറുന്ന കാണാം. അപ്പോൾ ഇതൊരു ഫ്രീ സ്പേസ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ബൂട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വിൻഡോസ് അല്ലെങ്കിൽ ഈ സിസ്റ്റം നമ്മൾ റീബൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഓരോ സിസ്റ്റത്തിനും ബൂട്ട് ഓപ്ഷൻ പ്രത്യേകമായിരിക്കും. അപ്പോൾ ഇത് ഒരു HP ലാപ്ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ F9 എന്ന് പറയുന്ന കീയാണ് ബൂട്ട് ഓപ്ഷൻ ഉള്ളത്. റീസ്റ്റാർട്ടായി വരുമ്പോഴത്തേന് F9 ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ബൂട്ട് ബയോസിൽ കയറിയിട്ട് നമ്മൾ ബൂട്ട് ഓപ്ഷൻ മാറ്റി കൊടുക്കുകയോ ചെയ്യുക. ഇങ്ങനെയാണ് ബൂട്ട് ഓപ്ഷൻ കൊടുക്കാവുന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ UEFI. അപ്പോൾ ഇത് പുതിയ സിസ്റ്റത്തിന് അല്ലെങ്കിൽ പുതിയ ലാപ്ടോപ്പുകളിലെല്ലാം ഈ ഒരു ഓപ്ഷൻ കാണിക്കും. ചിലപ്പോൾ 2 ഓപ്ഷനുകൾ കാണിക്കും. UEFI ഫോർമാറ്റ് അല്ലെങ്കിൽ ലെഗസിയും ചിലപ്പോൾ കാണിക്കും. അപ്പോൾ നമ്മുടെ ഏതാണോ അതിൻ്റെ ഒരു രീതി എന്നുള്ളത് നമുക്ക് കയറി കഴിഞ്ഞിട്ട് ഡിസ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതാണെന്ന്. അല്ലപ്പോൾ പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ പുതിയ ലാപ്ടോപ്പിലെല്ലാം നമുക്ക് ഈ ഒരു വെർഷൻ തന്നെ അല്ലെങ്കിൽ UEFI മോഡിൽ തന്നെ ആയിരിക്കും എല്ലാം നമുക്ക് ബൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴത്തേന് നമുക്കിവിടെ ഉബുണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെയൊക്കെയാണ് ഇതിപ്പം UEFI മോഡിലാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും കാണിക്കുന്നത്. അല്ലാതെ ലെഗസി മോഡാണെങ്കിൽ ഒരു ബ്ലൂ സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ട്രൈ ഉബുണ്ടു എന്ന് പറയുന്നത് ഓപ്ഷൻ ആ ഒരു ഇതിൽ കാണിക്കുന്നില്ല. അത് പിന്നീട് നമ്മൾ ഇതെല്ലാം ഡിസ്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു ട്രൈ ഉബുണ്ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നത്. ഡിസ്ക് ചെക്ക് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ട്രൈ ഉബുണ്ടു അതുപോലെ ഇൻസ്റ്റോൾ ഉബുണ്ടു എന്ന് പറയുന്ന 2 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഡിസ്ക് ചെക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷന് ആദ്യമേ എറർ ഒന്നുമില്ല എന്ന് ചെക്ക് ചെയ്തിട്ട് ശേഷമാണ് ഈ ഒരു ഓപ്ഷനുകൾ വരുന്നത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്തുമായാലും ട്രൈ ഉബുണ്ടു ചെയ്തതിന് ശേഷം മാത്രമേ ഇൻസ്റ്റോൾ ഉബുണ്ടു കൊടുക്കാവുള്ളൂ. എങ്കിലേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ ഇതിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ കോമ്പാക്റ്റബിൾ ആണോ ഇല്ലേ എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ ആണെങ്കിലും ട്രൈ ഉബുണ്ടു തന്നെയാണ് ചെയ്യേണ്ടത് ആദ്യം. അപ്പോൾ ഞാനിവിടെ ട്രൈ ഉബുണ്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ ട്രൈ ഉബുണ്ടു കൊടുത്തതിന് ശേഷം വരുന്ന സ്ക്രീനാണ്. അതായത് നമുക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സേവ് ചെയ്ത് പെൻ ഡ്രൈവിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിലേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇത് ഈ ഒരു സെഷൻ മാറി കഴിയുമ്പോഴത്തേന് അവിടെ കാണുകയില്ല. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇനി ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ നമുക്ക് ഡിസ്കിൻ്റെ ഒരു എങ്ങനെയാണ് ഉള്ള പാർട്ടീഷനാണെന്നൊന്നും ആദ്യം നോക്കണം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് സെർച്ച് ചെയ്യാം. ഇതിപ്പോൾ കിടക്കുന്നത് വേറൊരു ഇതിലാണ്, അതുകൊണ്ടാണ് നമുക്ക് പഴയ രീതിയിൽ കാണാതെ. നമുക്ക് മാറ്റുന്നത് എങ്ങനെയാണ് പിന്നീട് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസ്കിലാണ്, ഇതാണ് ഡിസ്ക് ഉള്ളത്. ഈ ഡിസ്കിൻ്റെ GUID പാർട്ടീഷൻ. അപ്പോൾ GUID പാർട്ടീഷൻ ആണെങ്കിൽ നമ്മൾ ബൂട്ട് ചെയ്യേണ്ടത് UEFI മോഡിലാണ്. UEFI മോഡിലാണ് ബൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിസ്ക് നമ്മളിങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ഡിസ്ക് മാസ്റ്റർ ബൂട്ടബിൾ മോഡാണെങ്കിൽ MBR എന്നോ ആ രീതിയിലെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലെഗസി മോഡിലാണ് ബൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരുപക്ഷെ മാറ്റാൻ പറ്റുന്നത് ചിലപ്പോൾ ബയോസിൽ കയറിയിട്ട് വേണം. പഴയ ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ ബയോസിൽ കയറിയിട്ട് വേണം അത്
ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ബൂട്ട് ഓപ്ഷൻ ലെഗസിയും UEFI മാറ്റേണ്ടത് ബയോസിൽ കയറിയിട്ട് വേണ്ടി വരും, ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പുതിയ ലാപ്ടോപ്പുകളാണ് ഇങ്ങനൊരു കാര്യം പ്രശ്നം ഉണ്ടാകത്തേയില്ല. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള ബൂട്ടബിൾ ഓപ്ഷനിൽ തന്നെ ആയിരിക്കും കയറുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്ക് എന്നെടുത്തിട്ട് ഈ നമ്മൾ ഏത് ഡിസ്കിലാണോ കൊടുത്തിരിക്കുന്നത് ആ ഡിസ്ക് നമ്മൾ ഒന്ന് നോക്കണം, ഏത് ഇതാണ് പാർട്ടീഷൻ എന്നുള്ളത് നോക്കണം. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡിസ്കിൽ ഒരു 73 GB നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട്, അവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇൻസ്റ്റലേഷൻ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നോർമൽ ഇൻസ്റ്റലേഷനാണ്. അതുപോലെ ഇതിനകത്ത് വിൻഡോസ് ഉണ്ട്, വിൻഡോസിൻ്റെ എലോങ് വിൻഡോസാണ് കൊടുക്കുന്നത്. നോർമൽ ഇൻസ്റ്റലേഷൻ കൊടുക്കുമ്പോഴത്തേന് നമ്മൾ കാണിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ഉബുണ്ടു എലോങ് വിത്ത് വിൻഡോസ്, ഇൻസ്റ്റാൾ ഉബുണ്ടു എലോങ് സൈഡ് വിൻഡോസ് ബൂട്ട് മാനേജർ. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഡ്രൈവിൽ തന്നെ, ആ ഫ്രീ സ്പേസിലായിരിക്കത്തില്ല ഇൻസ്റ്റാൾ ആകുന്നത്, അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും അത് ഇൻസ്റ്റാൾ ആകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാർട്ടീഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ലത് നമ്മൾ സംതിങ് എൽസ് എന്ന് പറയുന്നതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റലേഷൻ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ഉബുണ്ടു എലോങ് സൈഡ് വിൻഡോസ് ബൂട്ട് മാനേജർ എന്ന് കൊടുക്കാം. പക്ഷേ ഞാൻ പറയുന്നത് അതിന് നല്ലത് സംതിങ് എൽസ് കൊടുക്കുക. പിന്നെ ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറഞ്ഞാൽ പുതിയൊരു ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്കിവിടെ വിൻഡോസ് കാണത്തില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് പുതിയതായിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്, അതായത് ഡേറ്റ ഒന്നും ഇല്ലെങ്കിൽ ഇതിവിടെ ഇറേസ് ഡിസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സംതിങ് എൽസ് എന്നൊരു കൊടുക്കുകയാണ്, കാരണം നമുക്ക് ആ 73 GB ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു 73 GB ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവിടെ വരുന്നത്. കണ്ട് ഇതാണത് 73 കൂടുതൽ വരുന്നുണ്ട്. നമ്മളത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം, അത് ആണോ എന്ന് തന്നെ ഉറപ്പ് വരുത്തുക. വേറെ ഒന്നും അതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫ്രീ സ്പേസ് എടുക്കുന്നു, ഫ്രീ സ്പേസ് സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഫ്രീ സ്പേസ് സെലക്ട് ചെയ്തതിന് ശേഷം പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിൾ, ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിളുണ്ട് ഈ തൊട്ട് താഴെ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ റൂട്ട് മാത്രമേ ഇവിടെ ഞാൻ കൊടുക്കുന്നുള്ളൂ. നമ്മൾ നേരത്തേക്ക് കൊടുക്കുന്നത് റൂട്ടും സ്വാപ്പ് ഏരിയയും അതുപോലെ തന്നെ ഹോമും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ റൂട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. റൂട്ടിൻ്റെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണായി വരുമ്പോൾ റൂട്ടിൻ്റെ നമുക്കിവിടെ മൗണ്ട് പോയിൻ്റ് എന്നുള്ളത് റൂട്ട് ഇങ്ങനൊരു സ്ലാഷ് അത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക. റൂട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2 ഡിസ്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ വേറൊരു ഡിസ്കിലേക്കാണ് നമ്മൾ ഈ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ EFI എന്ന് പറയുന്ന ഒരു പാർട്ടീഷനും കൂടെ ക്രിയേറ്റ് ചെയ്താൽ അത് നമുക്ക് ഒരുമിച്ച് തന്നെ ബൂട്ടബിളായിട്ട് വരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വേറെ ഡിസ്കിലാണെങ്കിൽ അങ്ങനെയൊക്കെ പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് റൂട്ട് മാത്രം സെലക്ട് ചെയ്തു, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള 73 GB അല്ലെങ്കിൽ നമുക്കിപ്പം കാണിക്കുന്ന എത്രയാണോ അത്രയും അത് നമ്മൾ ഫോർമാറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ റൂട്ടാക്കി മാറ്റി അതിനകത്തേക്ക് ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഇൻസ്റ്റാൾ നൗ. ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. അതിനകത്ത് പഴയ പോലൊക്കെ തന്നെയാണ്, അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ടൈം സോൺ കൊടുക്കുന്നു, കണ്ടിന്യൂ. കുറച്ച് സമയം കൊണ്ട് അത് കോപ്പിയായിട്ട് ഫയൽസിൽ കോപ്പിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പേര് കമ്പ്യൂട്ടർ നെയിം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ലോഗിൻ ഓട്ടോമാറ്റിക്കലി കൊടുക്കരുത്, നമ്മളെപ്പോഴും റിക്വയർഡ് മൈ പാസ്വേഡ് ടു ലോഗിൻ എന്നുള്ളത്. അപ്പോൾ നമ്മളെ പാസ്വേഡ് ഓർത്തിരിക്കാനും പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് എന്തായാലും ചോദിക്കും. അപ്പോൾ ആ പാസ്വേഡ് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി ഈ ഒരു രീതിയിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് പാസ്വേഡ് വളരെ ചെറുതാണ് ഞാൻ കൊടുത്തത്, അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. ഈ ആ ഫയലുകൾ കോപ്പി ചെയ്യുകയാണ്, കോപ്പി ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് അത് കാണാം.
ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെൻ ഡ്രൈവ് ഡിസ്കണക്ട് ചെയ്തിട്ടില്ല. പ്ലീസ് റിമൂവ് ദി ഇൻസ്റ്റലേഷൻ മീഡിയ ദെൻ പ്രസ് എൻ്റർ. ഇൻസ്റ്റലേഷൻ മീഡിയ റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തിട്ട് എൻ്റർ കീ നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഉബുണ്ടു ആണ് ഫസ്റ്റ് എൻട്രി ആയിട്ട് വന്നിരിക്കുന്നത് ഈ ബൂട്ടിങ്ങിൽ. അപ്പോൾ നമ്മൾ ഈ ഉബുണ്ടുവിലേക്ക് കയറുകയാണ്. ഉബുണ്ടു കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ട പോലെ ഒരു മെനു ഒക്കെ സൈഡിൽ വരുന്ന രീതിയിലാണ് ഒരു ഓപ്ഷൻ വന്നത്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റണമെങ്കിൽ ഇവിടെ നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഫ്ലാഷ് ബാക്ക് മെറ്റാ സിറ്റി എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ തന്നെ ആ ഒരു ഓപ്ഷനുകളെല്ലാം വരും. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോഴെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം, എന്നിട്ട് അത് കാണാം. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് അത് മാറ്റണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പഴയ രീതിയിൽ, എനിക്ക് ഇത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് മാറ്റാം. ചിലപ്പോഴും നമുക്ക് ചില ലാപ്ടോപ്പിൽ ഇങ്ങനെയൊക്കെ വന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ അതൊന്ന് മാറ്റുകയാണ്. ഒന്ന് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്യുമ്പോഴത്തേന് ആ ഒരു സ്ക്രീനിലേക്ക് പോകും. പാസ്വേഡ് അടിക്കുന്നതിന് മുന്നായിട്ട് ഇവിടെ ജിനോം ഫ്ലാഷ് ബാക്ക് മെറ്റാ സിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു പഴയ രീതിയിലുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓരോന്നും വരുന്ന രീതിയിൽ തന്നെ വരുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് ചെയ്യുന്ന സമയത്ത് വിൻഡോസ് ആദ്യം വരണമെങ്കിൽ ഇതേപോലെ ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോ അങ്ങ് കയറും. നമ്മൾ അല്ലെങ്കിൽ സെലക്ഷൻ മാറ്റി കൊടുത്തെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അതിനുവേണ്ടി ഗ്രബ് ഒന്ന് കസ്റ്റമൈസ് ചെയ്താൽ മതി. ഗ്രബ് കസ്റ്റമൈസ് ചെയ്യുന്നത് ഉബുണ്ടുവിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഗ്രബ് കസ്റ്റമൈസ് ചെയ്യുക. പാസ്വേഡ് കൊടുക്കുക. ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഗ്രബ് കസ്റ്റമൈസർ വരും. അതിനകത്ത് ജനറലിനകത്ത് ഫസ്റ്റ് എൻട്രി ഏത് കൊടുക്കണമെന്നുള്ളതാണ്. ഫസ്റ്റ് എൻട്രി ഉബുണ്ടു ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വിൻഡോസ് ബൂട്ട് മാനേജർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്നത് വിൻഡോസ് ആയിരിക്കും. ഇനി നമുക്കതല്ല ഉബുണ്ടു ആണ് സ്ഥിരം ഉപയോഗിക്കുന്നതെങ്കിൽ ഉബുണ്ടു തന്നെ കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ വിൻഡോസാണ് ആദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ വിൻഡോസാണ് ഫസ്റ്റ് എൻട്രി ആയിട്ട് കൊടുക്കുന്നത് ബൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കിപ്പോഴും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് സെലക്ട് ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കത് ഉബുണ്ടു ആക്കണേ മുകളിലോട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഉബുണ്ടു 20.04 ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടത്. പുതിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഗ്രാഫിക്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ലോഗ് ചെയ്തു. ഇതിനകത്ത് പലതും പഴയ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ വിൻഡോസ് ഇപ്പോൾ KITE ലൈവ് ഒക്കെ ആണെങ്കിൽ ഇതിനകത്ത് പുതിയ വെർഷനുകളാണുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് അത് മാത്രമാണ് നോക്കിയത്. പുതിയ വെർഷൻ KITE ലൈവ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.